ഇഫക്ട് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം. INTUC-യുടെ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തുവാനുള്ള കാരണം INTUC-യുടെ 4ാമത് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഈ അടുത്ത സമയത്ത് ചില പത്രമാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള ചില വാർത്തകൾ വരികയുണ്ടായി. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നുള്ള ഒരു വിവരം ഔദ്യോഗികമായി INTUC-യുടെ ഒരു പ്രസ്താവന നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെയൊരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിൽ INTUC-യുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻറ്റും INTUC-യുടെ അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ VR പ്രതാപൻ അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് നിങ്ങൾക്ക് സംസാരിക്കുന്നത്. INTUC-യുടെ സംസ്ഥാന സെക്രട്ടറിമാരായ P. ബിജു, ആൻ്റണി ആൽബർട്ട്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അബ്ദുൽ സലാം, സുരേഷ് കുമാർ എന്നിവരാണ് പങ്കെടുക്കുന്നത്. നമുക്ക് ഈ പത്രസമ്മേളനത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും റിലീസ് തരാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ INTUC നമുക്കെല്ലാവർക്കും അറിയാം, രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനകളൊന്നാണ്. 78 വർഷം INTUC പിന്നിടുകയാണ്. മുഖ്യമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് INTUC. 2007 പുതിയ സംസ്ഥാന കമ്മിറ്റി വരാനുണ്ടായ സാഹചര്യം തന്നെ ദേശീയ അടിസ്ഥാനത്തിൽ ട്രേഡ് യൂണിയനുകളുടെ ഹിതപരിശോധന രാജ്യത്ത് നടക്കാറുണ്ട്. തുടർച്ചയായുള്ള ഹിതപരിശോധനകളിൽ കേരളത്തിൽ INTUC 6ാമത്തെയും 7ാമത്തെയും സ്ഥാനത്ത് നിൽക്കുകയായിരുന്നു. 2007 വരെ 70,000 മെമ്പർഷിപ്പും 60,000 മെമ്പർഷിപ്പുമായിരുന്നു INTUC-യുടെ കേരളത്തിലെ മെമ്പർഷിപ്പ് വിഹിതം. ദേശീയ തലത്തിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ വലിയ ചർച്ചകൾ വന്നതിനെ തുടർന്നാണ് അന്നത്തെ നേതൃത്വത്തെ മാറ്റി പുതിയ R. ചന്ദ്രശേഖരൻ പ്രസിഡൻ്റായി പുതിയ കമ്മിറ്റിയെ സംസ്ഥാനം നിയോഗിച്ചത്. 2007 ചുമതലയേറ്റ ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി 2012 മുതൽ ഓരോ 4 വർഷവും സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താറുണ്ടായിരുന്നു. 2012-ലും 2016-ലും പിന്നെ 2020 കോവിഡ് കാരണം 2 വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് 2022-ലുമായി തുടർച്ചയായി 3 തവണ 4 വർഷങ്ങളിലേക്ക് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. 2026-ൽ 4ാമത്തെ തവണ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകും. ഓരോ തവണ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് സംഘടനയ്ക്കകത്ത് കടന്നു വരാൻ കഴിയാത്ത വലിയ നേതാക്കളായിരുന്ന ആളുകൾ അവരോടൊപ്പം നിൽക്കുന്നവരെ കൊണ്ട് ഒരുപാട് വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്താറുണ്ടായിരുന്നു. മുമ്പ് അഖിലേന്ത്യാ സംസ്ഥാന പ്രസിഡൻറ്റും ദേശീയ ഭാരവാഹികളുമായിരുന്ന പല നേതാക്കന്മാരും അവരുടെ യൂണിയനുകളുടെ കണക്കുകൾ വേണം, അവരുടെ യൂണിയനുകളുടെ റിട്ടേൺസ് ഗവൺമെൻറ്റിന് സമർപ്പിക്കണം, അവരുടെ അഫിലിയേഷൻ ഫീസ് അടയ്ക്കണം എന്ന നിബന്ധനകൾ വന്നതോടെ പലരുടെയും കള്ളി വെളിച്ചത്തായി പലരുടെയും യൂണിയനുകളില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. അവർ അന്ന് മുതൽ INTUC സംസ്ഥാന കമ്മിറ്റിക്കെതിരായ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. 2012-ലും 2016-ലും സംഘടനാ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും നിരവധി ആളുകൾ കോടതികളെ സമീപിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. എല്ലാ കേസുകളും നിരുപാധികൾ കോടതികൾ, ഹൈക്കോടതി അടക്കം തള്ളുകയായിരുന്നു. തിരുവനന്തപുരത്തെ കോടതിയിൽ തന്നെ 18 കേസുകളുണ്ടായിരുന്നു. അതിനുശേഷം 2016-ൽ തെരഞ്ഞെടുപ്പ് നടന്നു. 2022-ൽ തെരഞ്ഞെടുപ്പ്. ആ സമയത്തും ഹൈക്കോടതിയിലും ജില്ലാ കോടതികളിലും ചില ആളുകൾ കേസുമായി മുന്നോട്ട് പോയി. ആ കേസുകൾ ചില കേസുകൾ നിലനിൽക്കുന്നത്, ചിലതിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞത്. സംഘടനാ പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിനകത്ത് കടന്നു വരാൻ കഴിയാത്ത ആളുകൾ ഓരോ ഘട്ടത്തിലും വിഭാഗീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. നേരത്തെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ശ്രീ സുരേഷ് ബാബുവും അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന KP ഹരിദാസുമൊക്കെ ഇതിന് നേതൃത്വം കൊടുത്തവരാണ്. അഖിലേന്ത്യാ INTUC കമ്മിറ്റിയുടെ ശക്തമായ ഇടപെടലുകളും അവർക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുക്കുകയും ചെയ്തതിന് ശേഷം അവർ ഈ ചിത്രത്തിൽ ഇപ്പോഴില്ല. ഇപ്പോൾ പുതുതായി ചില ആളുകളാണ് വിഭാഗീയ പ്രവർത്തനങ്ങളുമായി വരുന്നത്. കഴിഞ്ഞ ദിവസം കേസരി മെമ്മോറിയൽ ഹാളിൽ തന്നെ ഒരു വാർത്താ സമ്മേളനം അവർ നടത്തുകയും ചെയ്തു. അത് സ്വാഭാവികമായും നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി വരുന്ന ഒരു സന്ദർഭത്തിൽ INTUC-ക്കകത്ത് എന്തോ കുഴപ്പമുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കളെ കൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വ്രതാവിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അപ്പോൾ തുടർച്ചയായി സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളോ സംഘടനയിൽ ഒരു കാലത്ത് നേതാക്കളായിരുന്നവരോ ഒരു കാലത്ത് നേതൃത്വം കൊടുത്തിരുന്ന ആളുകളോ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഇതിനകത്ത് സ്വന്തം സംഘടനയ്ക്കകത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കാം. INTUC-ക്കെതിരായി അഴിമതി ആരോപണങ്ങൾ നിരന്തരമായി ഉന്നയിക്കാറുണ്ട്. 78 വർഷമായി കേരള INTUC-ക്ക് സ്വന്തമായി ഒരു കെട്ടിടമില്ല. 78 വർഷം ഒരുപാട് നേതാക്കന്മാർ ഈ സംഘടന കൊണ്ടു നടന്നതാണ്.
തിരുവനന്തപുരത്ത് 2 സംഘടനാ തെരഞ്ഞെടുപ്പുകൾ 2012-ലും 2016-ലും സംഘടനാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം എല്ലാ യൂണിയനുകളുടെയും കൂടി സഹകരണത്തോടെ യൂണിയനുകളുടെ കോൺട്രിബ്യൂഷനുകൾ വെച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തൊരു 3 നില കെട്ടിടം നമ്മൾ ബൈപ്പാസിൽ ഈഞ്ചക്കലിൻ്റെ സമീപം കെട്ടിടം സ്ഥാപിച്ചു. 4 കോടിയോളം രൂപ ചെലവ് ചെയ്താണ് കെട്ടിടം നിർമ്മിച്ചത്. എല്ലാ യൂണിയനുകളുടെ സഹായമാണ്. ഒരു കോർപ്പറേറ്റിൽ നിന്നോ മുതലാളിമാരിൽ നിന്നോ ഏതെങ്കിലും ആരിൽ നിന്ന് പണം സ്വരൂപിക്കാതെ യൂണിയനുകളുടെ കോൺട്രിബ്യൂഷൻ എടുത്തുകൊണ്ടാണ് ആ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഒരാളിൽ നിന്ന് ഞങ്ങൾ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഒരു രസീതും ഉപയോഗിച്ച് പണം വാങ്ങിയിട്ടേയില്ല ഒരു ജില്ലയിൽ. എല്ലാ യൂണിയനുകളുടെ കോൺട്രിബ്യൂഷനായിരുന്നു. പിന്നെ INTUC മണ്ഡലം കമ്മിറ്റികളും നിയോജക മണ്ഡലം കമ്മിറ്റികളും സമാഹരിച്ച തുക വാഹനജാഥ വെച്ച് സംസ്ഥാന കമ്മിറ്റി കളക്ട് ചെയ്തു. അതുകൂടി ഉൾപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി. ആ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലിഫ്റ്റ് സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് നമ്മൾ കോർപ്പറേഷൻ്റെ പെർമിഷനോട് കൂടി സ്ഥാപിച്ച കെട്ടിടത്ത് ഒരു അരയടിയിൽ താഴെ മാത്രം ദൂരം ആ ലിഫ്റ്റ് സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് കോർപ്പറേഷൻ്റെ പ്ലാനിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് INTUCക്കകത്തുള്ള ആളുകൾ, ഈ പരാതി ഉന്നയിക്കുന്ന ആളുകൾ തന്നെ കോർപ്പറേഷന് പരാതി നൽകി, ഓംബുഡ്സ്മാന് പരാതി നൽകി, നിരന്തരം അവർ പരാതി നടന്നു. അവസാനം ആ അരയടി വ്യത്യാസമാണ്. കോർപ്പറേഷൻ നേരിട്ട് ഇടപെട്ടു. ആ INTUC ഓഫീസിരിക്കുന്നിടത്ത് പലരും വന്നത് റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അടുത്തുള്ള ഒരുപാട് കെട്ടിടങ്ങൾ പിന്നെ നിയന്ത്രണങ്ങൾ പാലിക്കാതെയോ ഒക്കെ നിലനിൽപ്പുണ്ട്. പക്ഷേ ഈ കെട്ടിടം അരയടി ദൂരത്തിൽ മാത്രമുള്ള ഈ വ്യത്യാസത്തെ ഈ സുഹൃത്തുക്കൾ തന്നെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഞങ്ങൾ ആ ലിഫ്റ്റ് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കും. ലിഫ്റ്റ് നിലവിൽ ഫിറ്റ് ചെയ്തിരുന്ന ലിഫ്റ്റ് മാറ്റി അരയടിയുടെ വേറൊരു സൈഡിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ച് ലിഫ്റ്റ് ഞങ്ങൾ പൊളിച്ച് മാറ്റി സ്ഥാപിക്കുന്ന നടപടി നടന്നു വരികയാണ്. അപ്പോൾ സംഘടനയ്ക്കകത്ത് ഉള്ള നേതൃത്വത്തിന് തെരഞ്ഞെടുപ്പുകൾ എല്ലാ ജില്ലകളിലും തെരഞ്ഞെടുപ്പ് നടക്കണം. ചില ജില്ലകളിൽ കോഴിക്കോടും കണ്ണൂരും ഒക്കെ ജില്ലകളിൽ ക്യൂ നിന്ന് ജനറൽ കൗൺസിൽ അംഗങ്ങൾ ക്യൂ നിന്നാണ് തെരഞ്ഞെടുപ്പിന്, മലപ്പുറം ജില്ലയിലൊക്കെ ക്യൂ നിന്ന് പ്രതിനിധികൾ വോട്ട് ചെയ്താണ് ജില്ലാ INTUC പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. സംസ്ഥാന INTUCയിലേക്കും തൃശ്ശൂരിൽ വെച്ച് നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ ജനറൽ കൗൺസിൽ അംഗങ്ങൾ പ്രമുഖരായ നേതാക്കളും അടങ്ങി ക്യൂവിൽ നിന്നാണ് വോട്ട് ചെയ്താണ് സംസ്ഥാന പ്രസിഡന്റിനെയും ജില്ലാ പ്രസിഡന്റുമാരെയും തെരഞ്ഞെടുത്തത്. അന്നൊന്നുമില്ലാത്ത ആക്ഷേപങ്ങൾ വീണ്ടും ചില സുഹൃത്തുക്കൾ ഉന്നയിക്കും. അത് മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ചന്ദ്രശേഖരനെതിരായി സ്ഥിരമായി ഉന്നയിക്കുന്ന ആക്ഷേപം കശുവണ്ടി അഴിമതി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അഴിമതി ആരോപണം. അതിനെ സംബന്ധിച്ച് CBI അന്വേഷണം നടത്തിയതാണ്. CBI അന്വേഷണം നടത്തുകയും CBI അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തതാണ്. അതിനകത്ത് സാമ്പത്തിക ക്രമക്കേട് CBI കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞവർ കേസ് അവസാനിപ്പിക്കുകയും പ്രൊസീജിയർ ലാബ്സ് ഉണ്ട് അല്ലെങ്കിൽ അതിനകത്ത് ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് 10 വർഷക്കാലത്തെ കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. R ചന്ദ്രശേഖരൻ 3.5 വർഷമാണ് കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനായത്. പിന്നെ 6.5 വർഷക്കാലം മറ്റ് ചെയർമാന്മാരാണ് അതിൻ്റെ ചുമതല വഹിച്ചിരുന്നത്. ആ 10 വർഷക്കാലത്തെ അന്വേഷണത്തിൽ 3.5 വർഷക്കാലമാണ് ഇദ്ദേഹം പ്രസിഡൻ്റാണ്. അതൊരു രാഷ്ട്രീയ ആയുധമായി പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായി ചിലരുന്നയിച്ച് അപകീർത്തിപ്പെടുത്തുകയും സംഘടനയെ പിന്നെ പൊതുജന മധ്യത്തിൽ താറടിക്കാനുള്ള ശ്രമങ്ങൾ ആണ് നടത്തുന്നത്. ഇത് ഒരു പരിധി വരെ സംഘടനയ്ക്ക് പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കുകൾ കൂടി ഇതിൻ്റെ ഒരു കാരണമായി പോകാം. അതെല്ലാം നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് പൂർണ്ണമായും INTUCയോടൊപ്പം എക്കാര്യവും സഹകരിച്ചിട്ടുണ്ട്. ദേശീയ പ്ലീനറി സമ്മേളനം നടക്കുമ്പോഴും റാലിയും സമ്മേളനങ്ങൾ നടക്കുമ്പോഴും കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയാണ് കൊല്ലത്തെ INTUCയുടെ റാലിയും സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. പ്ലീനറി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന പ്രണബ്കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഒടുവിൽ 2024 തൃശ്ശൂരിൽ നടന്ന റാലിയും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സംഘടനാ ചുമതലയുള്ള കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. 8 ജില്ലാ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്തത് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസും INTUCയുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്നു. സംഘടനാപരമായ പ്രശ്നങ്ങളില്ല. യൂണിയനുകളില്ലാത്ത ആളുകൾ, യൂണിയൻ അഫിലിയേഷൻ ഇല്ലാത്ത ആളുകൾ, അഫിലിയേഷൻ ഫീസ് അടയ്ക്കാത്ത ആളുകൾ, ഒരു തൊഴിലാളിക്ക് 3 രൂപയാണ് INTUC അഖിലേന്ത്യാ കമ്മിറ്റിക്ക് അഫിലിയേഷൻ ഫീസ് അടയ്ക്കാറ്. 2012 മുതൽ ആ 3 രൂപ അഖിലേന്ത്യാ INTUC കമ്മിറ്റിക്ക് അടയ്ക്കാത്ത ആളുകളാണ് ഈ ആക്ഷേപങ്ങളുമായി വന്നിരിക്കുന്നത്. 100 തൊഴിലാളികളുണ്ടെങ്കിൽ 300 രൂപയാണ് ഒരു വർഷം അഖിലേന്ത്യാ INTUCക്ക് അഫിലിയേഷൻ ഫീസ് അടയ്ക്കുന്നത്. എല്ലാ CIT, AITUC, BMS, HMS, എല്ലാ സംഘടനകളും അവരവരുടെ അഫിലിയേഷൻ ഫീസ് അടയ്ക്കണം. അഖിലേന്ത്യാ INTUC കമ്മിറ്റിയുടെ സംസ്ഥാന INTUC കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഈ അഫിലിയേഷൻ ഫീസാണ്. അത് അടയ്ക്കാത്ത ആളുകളാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വാട്ടർ അതോറിറ്റിയിലുണ്ട് ബിജു, മിൽമയുടെ യൂണിയൻ്റെ സുരേഷ്, പിന്നെ INTUC സംസ്ഥാന സെക്രട്ടറി, ജിഗ് വർക്കേഴ്സിൻ്റെ പ്ലാറ്റ്ഫോം വർക്കേഴ്സിൻ്റെയും പ്രതിനിധി ആൻ്റണി ആൽബർട്ട്, ബ്രഹ്മോസിലെ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അബ്ദുൽ. ഇവരെല്ലാവരും എല്ലാ യൂണിയനുകളും അവരവരുടെ അഫിലിയേഷൻ ഫീസ് വർഷം തോറും അടയ്ക്കാറുണ്ട്. ആനുവൽ റിട്ടേൺസ് ഗവൺമെൻറ് കൊടുക്കാറുണ്ട്. അതിൻ്റെ കോപ്പി സെയിം ടൈം തന്നെ INTUC സംസ്ഥാന കമ്മിറ്റിയും കൊടുക്കാറുണ്ട്. ഇത് ചെയ്യാൻ കഴിയാത്ത ആളുകളാണ്
സത്യത്തിൽ INTUCക്കെതിരെ ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. 3 രൂപ വെച്ച് അവരുടെ തൊഴിലാളികളുടെ മെമ്പർഷിപ്പ് ഫീസ്, അഫിലിയേഷൻ ഫീസ് INTUCക്ക് അടയ്ക്കുകയും INTUC തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുന്നതിനോ ആർക്കും തടസ്സമില്ല. ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ ജില്ലകളിലും ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ ഹെൽപ്പ് ഡെസ്ക് കൂടി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിരമിച്ച വലിയ സംഘടന, കേരള 700ഓളം യൂണിയനുകളുള്ളതാണ്, 15 ലക്ഷത്തോളം മെമ്പർഷിപ്പ് ഉള്ളതാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 102 യൂണിയനുകൾ, സജീവമായി പ്രവർത്തിക്കുന്ന യൂണിയനുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കടന്നു വരാനും പ്രവർത്തിക്കാനും ആവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ കടന്നു വരാൻ കഴിയാത്ത ആളുകൾ പുറത്തുനിന്ന് ആക്ഷേപങ്ങൾ ഉന്നയിച്ച് INTUC അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കണം. ഞങ്ങൾ കഴിഞ്ഞ 10-15 വർഷമായി ഒരു തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടേയില്ല. ഇത് സംഘടനയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് INTUCക്ക് എന്തോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് പാർട്ടി ലീഡർഷിപ്പിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളാണ് ഈ നടന്നു വരുന്നതെന്ന് മാധ്യമ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അതിന് നേതൃത്വം കൊടുക്കുന്നത് RM പരമേശ്വരൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം INTUCയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ, ഞാൻ ഇരിക്കുന്ന ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. കഴിഞ്ഞ കമ്മിറ്റിയിൽ അദ്ദേഹം 4 വർഷക്കാലം ഡൽഹിയിലോ ഇന്ത്യയിലോ എവിടെയുമുള്ള ഒരു യോഗത്തിന് പോലും അദ്ദേഹം പങ്കെടുത്തില്ല. 4 വർഷക്കാലം അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി അദ്ദേഹം ഒരു മീറ്റിങ്ങിന് പോലും പങ്കെടുക്കാത്തതുകൊണ്ട് അതിനുശേഷം നടന്ന പ്ലീനറി സമ്മേളനത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കി അദ്ദേഹം പറഞ്ഞു, INTUC സംസ്ഥാന കമ്മിറ്റി അദ്ദേഹം അപേക്ഷ വെച്ചു, എന്നെ ഒരിക്കൽ കൂടി പരിഹരിക്കണം, ജീവിതത്തിൻ്റെ അവസാന സമയമാണ്, ഒരുപാട് പ്രായമായ ആളാണ്, പാർട്ടിയിൽ ഒരു പൊസിഷൻ ഇന്ന് വരെ കിട്ടിയിട്ടില്ല നാഷണൽ RSP വിട്ട് വന്നതിന് ശേഷം, അതുകൊണ്ട് ഒരു തവണ കൂടി അവസരം നൽകണമെന്ന് അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് വെച്ചിട്ട് പിന്നീട് INTUC സംസ്ഥാന കമ്മിറ്റി താല്പര്യമെടുത്ത് അദ്ദേഹത്തിന് പ്രത്യേകമായി ശുപാർശ ചെയ്താണ് ഒരു തവണ കൂടി അദ്ദേഹത്തെ അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി. ആ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി പിറ്റേ ദിവസം അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിക്കെതിരായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ചിത്രമാണ്. മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാരും, ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവരോ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാരും തന്നെ യൂണിയനുകളുള്ള ആളുകളല്ല. ബഹുഭൂരിപക്ഷവും യൂണിയനുകളുള്ള ആളുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൈവശമുള്ളവരോ ഇവരുടെ ഏതെങ്കിലും സംഘടനകളെ INTUCയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളവരാണ്. പക്ഷെ അവരൊക്കെ പാർട്ടിയുടെ പല നേതാക്കന്മാരും പല ഘടകങ്ങളും പ്രവർത്തിക്കുന്ന ആളാണ്. അവരാണ് പുറത്തു നിന്നുകൊണ്ട് ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെന്ന് നിങ്ങളോട് പറയാനും. 2016 ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചുകൊണ്ട് 5ാമത്തെ തവണ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചു, 4ാമത്തെ തവണ തീരുമാനിച്ചിട്ടുണ്ട്. 2024 നടത്താൻ തീരുമാനിച്ച് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അഖിലേന്ത്യാ INTUC കമ്മിറ്റിയാണ് റിട്ടേണിംഗ് ഓഫീസർമാർ നിയമിക്കുന്നത്. അവരുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് സംസ്ഥാനത്തിലെ ക്രെഡൻഷ്യൽ കമ്മിറ്റി രൂപീകരിക്കും. അതിനകത്ത് ആ കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. അഖിലേന്ത്യാ INTUC കമ്മിറ്റിയാണ് റിട്ടേണിംഗ് ഓഫീസർ വഹിക്കുന്നത്. അതെല്ലാം വളരെ ട്രാൻസ്പെറൻ്റായ ട്രേഡ് യൂണിയനകത്ത് നടത്താൻ പറ്റുള്ളൂ. അഫിലിയേഷൻ ഫീസ് അടച്ചിട്ടുള്ള, യൂണിയൻ്റെ വാർഷിക റിട്ടേൺസ് കൊടുത്തിട്ടുള്ള, അവരുടെ പേപ്പർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുള്ള, അവരുടെ ബാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ റിട്ടേണിംഗ് ഓഫീസർ അവിടെ അക്സെപ്റ്റ് ചെയ്യും. 100 തൊഴിലാളികളുള്ള ഒരു യൂണിയനിൽ നിന്ന് ഒരാളിന് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരാം. 500 പേര് ഉള്ള ഒരു യൂണിയനിൽ നിന്ന് ഒരാളിന് സംസ്ഥാന കമ്മിറ്റി വരാം. 5000 പേരുള്ള യൂണിയനിൽ നിന്ന് ഒരാളിന് അഖിലേന്ത്യാ INTUCയുടെ ജനറൽ കൗൺസിലിൽ വരാം. ഇതാണ് INTUCയുടെ ഒരു ഘടന. അപ്പോൾ 100 പേരുള്ള ഒരു തൊഴിലാളി യൂണിയനിൽ നിന്ന് ഒരാളായിരിക്കും INTUC ജില്ലാ ജനറൽ കൗൺസിൽ വരുന്നത്. ആ ജനറൽ കൗൺസിൽ ചേർന്നാണ് ജില്ലാ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത്. 500 പേരുള്ള ഒരു യൂണിയനിൽ നിന്ന് ഒരാളാണ് സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നത്, ജനറൽ കൗൺസിൽ വരുന്നത്. അവരാണ് സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത്. 5000 പേരുള്ള യൂണിയനിൽ നിന്ന് ഒരാളാണ് അഖിലേന്ത്യാ INTUCയുടെ ജനറൽ കൗൺസിൽ. അവർ ചേർന്നാണ് അഖിലേന്ത്യാ INTUC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിനകത്ത് വരുന്ന ആളുകൾക്കാണ് ഈ കൗൺസിലുകളിലൊക്കെ വരാൻ പറ്റുന്നത്. പല നേതാക്കളുടെയും കയ്യിൽ അത്തരത്തിലുള്ള അംഗസംഖ്യയുള്ള യൂണിയനുകളില്ല. അവരുടെ യൂണിയനുകളുടെ ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. അവർക്ക് INTUCയിൽ അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. എല്ലാ വർഷവും കൃത്യമായി ലേബർ ഡിപ്പാർട്ട്മെൻറ്റിന് ആനുവൽ റിട്ടേൺസ് കൊടുക്കാറില്ല. ഇത് കൊടുക്കുന്ന പ്രോസസ്സ് എല്ലാം പൂർത്തിയാക്കി വരുന്ന എല്ലാ ആളുകൾക്കും ഇതിൻ്റെ ഭാഗമാകാൻ കഴിയണം. അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന മറ്റൊരു സുധാകരൻ INTUC സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന് 2 തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം വളരെ സജീവമായിരുന്നു. സംഘടനാപരമായി അദ്ദേഹത്തിൻ്റെ ചില ഇത് കണ്ടുകൊണ്ട് നടപടിയെടുത്ത് പുറത്താക്കി അദ്ദേഹവും ഈ RM പരമേശ്വരനും കൂടെ ചേർന്നാണ് ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത്. വസ്തുതാപരമായോ സത്യസന്ധപരമായോ സംഘടനയ്ക്കകത്ത് വേറെ പ്രശ്നങ്ങൾ. മറ്റൊരാക്ഷേപവുമായി അവർ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് 180 നേതാക്കളെ ഒഴിവാക്കിയിട്ടുണ്ട്. മുൻ MLA മാർ, MP മാർ, KPCCയുടെ ഭാരവാഹികളായിരുന്നവർ, കോൺഗ്രസ് നേതാക്കളായിരുന്നവർ 180 പേരെ INTUC സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ആര്യാടൻ മുഹമ്മദ്, ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കന്മാർ INTUC സംസ്ഥാന കമ്മിറ്റി എക്സിക്യൂട്ടീവിലുണ്ടായിരുന്നവർ. ലീഡർ മരിക്കുന്നത് വരെ അദ്ദേഹം സംസ്ഥാന എക്സിക്യൂട്ടീവിലുണ്ടായിരുന്നു. വരാതിരിക്കുക ചേർത്തേക്കത്തുണ്ടായിരുന്നു. പുതിയ യൂണിയനുകൾ, ഈ പ്രോസസ്സുകൾ പൂർത്തിയാക്കി പുതിയ യൂണിയനുകൾ വന്നതോടെ
അവരുടെ പ്രപ്പോസൽ കൂടി വെച്ചുകൊണ്ടാണ് സംസ്ഥാന ഭാരവാഹികളെത്തി. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ്, വാട്ടർ അതോറിറ്റി, കെൽട്രോൺ, മിൽമ, അതുപോലെയൊക്കെ തുടങ്ങിയ ടൈറ്റാനിയം, KSRTC, അതുപോലെ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ യൂണിയനുകൾ ഇലക്ഷനിൽ പങ്കെടുത്ത് അവരുടെ ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രപ്പോസൽ തരും, ഇന്ന ആളുകളെ ഭാരവാഹിയാക്കണം എന്നവർ പറയും. ഇപ്പോൾ HMD ആയാലും ആലുവ FACT ആയാലും അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ സ്ഥാപനങ്ങളും അവരവരുടെ പ്രപ്പോസൽ തരും. ആ പ്രപ്പോസൽ വെച്ചിട്ടാണ് സംസ്ഥാന ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത്. പലപ്പോഴും ഈ പ്രപ്പോസലുകൾക്കുള്ളിൽ ഈ ഒഴിവാക്കപ്പെട്ട നേതാക്കന്മാരുടെ പേരുകൾ അതാത് യൂണിയനുകൾ തരാറില്ല. യൂണിയനുകൾ തരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. പക്ഷേ യൂണിയനുകളുടെ നേതാക്കന്മാർ അവരുമായിട്ട് കൺസൾട്ടേഷൻ എടുത്തതിനൊക്കെ ശേഷമാണ് എല്ലാവരും തരുന്നത്, അല്ലാതെ ഏകപക്ഷീയമായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരവാഹികൾ ചെയ്യുന്നത്. അപ്പോൾ പലരും ഇതിനകത്ത് വരാൻ കഴിയാത്തവരെ പ്രകോപിപ്പിച്ച് അവരെയൊക്കെ കൊണ്ട് പ്രശ്നങ്ങളുണ്ടാക്കി സംഘടനയ്ക്കകത്തെന്തോ പ്രശ്നമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം. മറ്റൊന്ന്, തുടർച്ചയായി ഇന്ത്യയിലെ യൂണിയനുകളെല്ലാം ഒരുമിച്ച് യോജിച്ച സമരങ്ങളും പ്രക്ഷോഭങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി നടത്തുകയാണ്. BJP ഗവൺമെൻറ്റിനെതിരായി തുടർച്ചയായ യോജിച്ച സമരങ്ങൾ 2008 മുതൽ തന്നെ നടത്തി വരികയാണ്. അത് UPA ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്തും ആ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒരുമിച്ച് എല്ലാവരും നടത്തിയിരുന്നു. CITU, INTUC, AITUC, UTUC, HMS, BMS അടക്കമുള്ള സംഘടനകൾ ഒരുമിച്ചാണ് ഈ സമരങ്ങൾ നടത്തിയത്. അതിന് ഇന്ത്യയിൽ ലീഡ് ചെയ്തിരുന്ന INTUC ആണ്. ഇപ്പോഴും അതിൻ്റെ ലീഡർഷിപ്പ് ഇന്ത്യയിൽ INTUC ആണ് നേതൃത്വം കൊടുക്കുന്നത്. ആ പ്രോസസ്സിൽ അല്ലെങ്കിൽ യോജിച്ചുള്ള പ്രക്ഷോഭങ്ങൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് CPM, CPI ഒക്കെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അവരോടൊപ്പം ചേർന്ന് INTUC സമരരംഗത്ത് വരുന്നു എന്ന് പലപ്പോഴും ആക്ഷേപങ്ങൾ പറഞ്ഞ ഒരുപാട് നേതാക്കന്മാർ. പക്ഷേ ദേശീയ തലത്തിൽ ഈ വിഷയത്തിനകത്ത് ഇടപെടാതിരിക്കാൻ കഴിയില്ല. ദേശീയ തലത്ത് 5 കോടി മെമ്പർഷിപ്പുള്ള ഏറ്റവും വലിയ സംഘടന INTUC ആണ്. അപ്പോൾ അതിനകത്ത് ഇന്ത്യയിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വകാര്യ മേഖലയിലും ഖനികളിലും റെയിൽവേ, ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ ഒന്നാമത്തെ സംഘടന 10 വർഷമായി അധികാരമില്ലെങ്കിലും INTUC ആണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ റഫറണ്ടത്തിൽ ഒന്നാമത്തെ സംഘടന NFIR എന്ന് പറയുന്ന INTUC നേതൃത്വം കൊടുക്കുന്ന സംഘടന. അപ്പോൾ അതുപോലെ എല്ലാ ഓർഗനൈസേഷനുകൾ, സംഘടിത അസംഘടിത മേഖലയിൽ ഏറ്റവും വലിയ സംഘടന എന്നുള്ളതിൽ രാജ്യത്ത് BJPക്കെതിരായി ശക്തമായ നേതൃത്വം നൽകിയത് INTUC ആണ്. അത് കേരളത്തിൽ CPMമായി ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അതൊരു യോജിക്കാൻ പറ്റാത്ത ചില സമീപനങ്ങളുണ്ട്. അവരും ഇതിനെതിരായ നിലപാടുകളെടുത്തിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര INTUCയും കോൺഗ്രസ് ലീഡർഷിപ്പും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമൊക്കെ തന്നെ യോജിച്ച ട്രേഡ് യൂണിയനുകളുടെ സമരത്തിന് ഒരിക്കൽ പോലും എതിരെ നിന്നിട്ടില്ല. യോജിച്ച ട്രേഡ് യൂണിയൻ സമരങ്ങൾക്ക് അവർ പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള ഈ സാഹചര്യം. വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന INTUCക്കെതിരെ അനാവശ്യമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് ഒരു കഴമ്പുമില്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു മൗലികമായ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് തലസ്ഥാന നഗരത്തെ മാധ്യമപ്രവർത്തകരോട് ഞങ്ങൾ ഈ കാര്യം ബോധ്യപ്പെടുന്നത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.